നമസ്കാരം. ലക്ഷദ്വീപിൻ്റെ സ്വന്തം പലഹാരമായിട്ടുള്ള ദീപുണ്ടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ലക്ഷദ്വീപിൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മൾ കേരളീയർക്കും പ്രിയപ്പെട്ടതാണ് ദീപുണ്ട, ദീപ് ഹൽവ എന്നൊക്കെ പറയുന്ന ഈ പലഹാരം. ഉരുക്കിയ ശർക്കര അരിച്ച് ഉരുളിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ദീപുകാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഏലക്കാപ്പൊടി ഒന്നും ചേർക്കാറില്ല. തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും മാത്രമാണ് ചേർക്കാറ്. ശർക്കര നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ ശർക്കരയും കൂടി നന്നായിട്ട് വേവണം. നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം ഇത് വെന്ത് വരാൻ. അതുപോലെ തന്നെ ഒരുപാട് തീയിലിത് വേവിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ കനലിൽ കിടന്ന് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ തേങ്ങ എന്ന് പറയുമ്പോൾ നന്നായി വിളഞ്ഞ തേങ്ങയല്ല വേണ്ടത്, വിളയാത്ത തേങ്ങയാണ്. അതുപോലെ തന്നെ ശർക്കര, നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയല്ല ശരിക്കും അവർ ഉപയോഗിക്കുന്നത്. അവർ തെങ്ങിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ശർക്കര വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 8 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു തേങ്ങയ്ക്ക് 3 ആണി ശർക്കരയാണ്, ആ ഒരു കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പലഹാരം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഉരുളിയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മൂത്ത് പാകം തെറ്റിപ്പോവും. പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനൊന്നും പറ്റൂല, ബുദ്ധിമുട്ടായിരിക്കും. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഇളം ചൂടിൽ വേണം ഉരുട്ടിയെടുക്കാൻ. വല്ലാതെ തണുത്ത് കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കണം. എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയ വാഴ ഇലയിൽ വേണം പൊതിഞ്ഞെടുക്കാൻ. അപ്പം ഞാൻ ഉണങ്ങിയ വാഴയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ്, ഇത് കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊതിഞ്ഞ് 2 തലയും നമ്മൾ മിഠായിയൊക്കെ പൊതിഞ്ഞ് ചുരുട്ടൂലേ, അതുപോലെ ചുരുട്ടിയിട്ട് വാഴയുടെ തന്നെ നാര് കൊണ്ട് കെട്ടണം. അപ്പോൾ വാഴയുടെ ഇലയിലേക്ക് ഒരു ഉരുള വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പിരിച്ചെടുക്കുക. ഇനി വാഴനാര് ഉപയോഗിച്ച് കെട്ടുക. അങ്ങനെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ദീപുണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു പലഹാരമാണ് കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇത് കഴിച്ചവരും കഴിക്കാൻ ഇഷ്ടമുള്ളവരുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.